ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം SSCRRY. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം CGL എക്സാമിൻ്റെ ടൈമിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. അതായത് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ 25 ക്വസ്റ്റ്യൻ, ഓരോ സബ്ജക്റ്റും നമ്മൾ 15 മിനിറ്റ് ആണുള്ളത്. അത് 25 ഓരോ, ഇപ്പം നമുക്ക് 4 പാർട്ടാണുള്ളത്. അതിൽ ഓരോന്നും 25 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യത്തിലായ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലായ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്താണ്. നമ്മൾ പറഞ്ഞാണ് എങ്ങനെയാണ് നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. പിന്നെ അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് സാധാരണ ക്വസ്റ്റ്യൻസ് വലിയ ഒരു 2-3 ലൈൻ ആയിരിക്കും. പക്ഷേ കുറച്ച് ലൈൻ കൂടിയാൽ നമുക്കത് വായിച്ച് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആവും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ എക്സാം 2025 കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഷിഫ്റ്റ്, അതായത് ഫസ്റ്റ് ഡേയിലെ സെക്കൻഡ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്, ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റത്തേക്ക് റിവ്യൂവിന് കൊടുക്കണം, ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിൽ ചെയ്യണം, രണ്ടാം ഘട്ടത്തിൽ ചെയ്യണം, അതൊക്കെ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് മോക്കൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ രണ്ടാമത് റിവ്യൂവിന് കൊടുക്കണം, ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടുകളയണം എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം മോക്ക് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് നോക്കിയേ 2025 കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് 2 ആണ്, അതായത് ഫസ്റ്റ് ഡേയിലുള്ള ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ, കൂടുതൽ ലെങ്തി കാര്യങ്ങളല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ ട്രിക്ക് കിട്ടണം. ഇവിടെ ചോദിക്കുന്നത് എന്താ, എക്സ് എന്ന് പറയുന്നത് √3 + √5, വൈ എന്ന് പറയുന്നത് √8 + √8 ആണ്, √8 + √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് വലുതെന്നാണ് ചോദിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു നമ്പർ എടുത്തു 2, 4, ഇതിൽ ഏതാണ് വലുതെന്ന് നമുക്കറിയാം. ഇതാണ് വലുത്. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്താലും ഇത് 4 ആകും, ഇത് 16 ആകും. ഏതാണ് വലുത്? അത് തന്നെയാണ് വലുത്. സോ സ്ക്വയർ എടുത്താലും അതിലൊരു മാറ്റവും. ആ കോൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? ആദ്യത്തെ സ്ക്വയർ എടുത്ത് നോക്കുക. എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ, ഇതിന് കംപ്ലീറ്റ് സ്ക്വയർ, അപ്പോൾ a+b² എന്നുള്ള രൂപത്തിൽ വരും. അതായത് √3 + √5² എന്ത് കിട്ടും? a² + b² + 2ab, 2 × 15. രണ്ടാമത്തെ നോക്കിയേ, a² 8 + b² 2 + 2 × ab. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടി. എന്താണ്? ഇത് ഏതാണ്ട് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഏതാണ്ട് സെയിം ആണ്. ഇവിടെ നോക്കിയാൽ 10 ഉണ്ട്, 10 + ഈ വാല്യൂ എന്തായാലും ഇത് തന്നെയല്ലേ വലുതപ്പോൾ. ഇത് 8 + ആ വാല്യൂ ആണ്. സോ നമുക്ക് ഇത് 8 + ഇതിനേക്കാളും എന്തായാലും ചെറുതാണ്. സോ എന്തായാലും നമുക്കറിയാം ഏതാണ് വലുത്, y ആണ് വലുത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ, നിങ്ങൾ പെണ്ണെടുത്ത് ഇങ്ങനെ ചെയ്യാനും നിൽക്കണ്ട, കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റാണ്, പെട്ടെന്ന് ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് വായിക്കാനുണ്ട് നമുക്ക് എന്തായാലും. സോ രണ്ടാമത്തേക്ക് വെക്കാം, കാരണം റിവ്യൂവിന് കൊടുക്കാം. കാരണം എന്താ, ഇതിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, കാരണം ഇത്രയും വായിച്ചു നോക്കണം. നമ്പർ ഓഫ് റെഡ്, ബ്ലൂ, ഗ്രീൻ കുറച്ച് വായിച്ചു നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തേൽ കൊടുക്കാം. ഓക്കെ, അടുത്ത ഇത് നമ്മൾ ഒരുപാട് ചെയ്ത കാര്യമാണ്, ലാഡർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. കാരണം ക്ലാസ്സിലൊക്കെ ഒരുപാട് ചെയ്തതാണ്. ഇനി ക്ലാസ്സിലല്ലാത്ത യൂട്യൂബിൽ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടായിരിക്കും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഷോർട്ട് കട്ടിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായി എന്ത് ചെയ്യണം, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏത് ചെയ്താലും പെട്ടെന്ന് ആൻസർ കിട്ടും. സോ നമുക്ക് എങ്ങനെ ചെയ്യാം ഇത്? ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂസ് പെട്ടെന്ന് എഴുതാം. 4, 3, 2, പിന്നെ പ്ലസ്, പിന്നെന്താ 1, 2. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 8, 1, 9, പിന്നെ 27, 2, 29 കിട്ടും നമുക്ക്. പിന്നെ 68, 57, 67. സോ 67/29. ആൻസർ എന്താ? ഓപ്ഷൻ എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ചെയ്തെന്താ വെച്ചാൽ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 പ്ലസ് ഉണ്ട്, ആ 3 പ്ലസ് നമ്മൾ എഴുതി. പിന്നെ 4, 3, 2 എന്ന് എഴുതി, 4, 3, 2 നമ്മൾ എഴുതി. എന്നിട്ടോ പിന്നെ ഇവിടെ 1, ഇവിടെ 2, ആ 1ഉം 2 ഇവിടെ എഴുതി. ഇനി ചെയ്യേണ്ടത് ഇത് × ഇത് 8 + 1 9 കിട്ടി. എഗെയിൻ 3 × 9 27 + 2 29 കിട്ടി. എഗെയിൻ 58 + 9 67. ഓക്കെ, എന്നിട്ട് നമ്മൾ 67ഉം 29ഉം
ഡിവൈഡ് ചെയ്താൽ മതി. 67/29 ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, അപ്പോൾ അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 2 ക്വസ്റ്റൻ നമ്മൾ ചെയ്തു, 1 റിവ്യൂവിന് ഇട്ടിട്ടുണ്ട്. 2 ക്വസ്റ്റൻ ചെയ്തു, 1 റിവ്യൂവിന് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി ഇൻ ദ ബിസിനസ്. വാട്ട് ഈസ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്രയാണ് റേഷ്യോ? നമുക്ക് ആദ്യം തന്നെ കാണാം. എന്താണ്? രണ്ടുപേരും ടൈമിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. 40,000 60,000 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഉള്ളത്. സോ പ്രോഫിറ്റും ഇതേ റേഷ്യോയിൽ തന്നെയാണ് പ്രോഫിറ്റ് ഉള്ളത്. പ്രോഫിറ്റ് ഇതേ റേഷ്യോയിലാണ്. എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ്? 50,000. സോ ടോട്ടൽ 5 യൂണിറ്റിന്റെ വാല്യൂ 50,000 ആണ്. 1 യൂണിറ്റിന്റെ വാല്യൂ 10,000 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്റെ ഷെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1 യൂണിറ്റിന്റെ വാല്യൂ 10,000. സോ 2 യൂണിറ്റിന്റെ വാല്യൂ 20,000. ഓപ്ഷൻ ബി. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കൂടുതൽ ലെങ്ത് ഇല്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് 2 ലൈനിലെ ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ വായിക്കാനൊന്നുമില്ല. ജസ്റ്റ് ആ റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ നോക്കിയാൽ എ ആൻഡ് ബി കോൺട്രിബ്യൂട്ടഡ് ടു എ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ 3:5 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എ ഈസ് വർക്കിംഗ് പാർട്ട്ണർ. അപ്പം നിങ്ങൾ പഠിച്ചായിരിക്കും സൈലന്റ് പാർട്ട്ണർ, വർക്കിംഗ് പാർട്ട്ണർ, അങ്ങനെയുള്ള സ്ലീപ്പിംഗ് പാർട്ട്ണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാണ് പാർട്ട്ണർഷിപ്പിൽ. സോ ഇവിടെ പറയുന്നത് രണ്ടുപേരുടെയും റേഷ്യോ എന്ന് പറയുന്നത് 3:5 എന്ന റേഷ്യോയിലാണ് രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. സോ എ എന്ന് പറയുന്ന ഇവരുടെ വർക്കിംഗ് പാർട്ട്ണർ ആണ്. അപ്പോൾ എക്ക് നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു 10% കൂടെ എക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ ഷെയർ എത്രയാണെന്നാണ് പറയുന്നത്. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്, അതിന്റെ ഒരു 10% കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് എക്സ്ട്രാ അതൊക്കെ കൂട്ടാം. അതിന് പകരം സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇത് 30ഉം 50ഉം ആണെന്ന് വിചാരിക്കാം. 30-50 അങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് ടോട്ടൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഇത് പ്രോഫിറ്റിന്റെ റേഷ്യോയും സെയിം തന്നെയല്ലേ. എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ടൈം സെയിം ആയതുകൊണ്ട് അത്ര തന്നെയാണ് ഇവിടെ പ്രോഫിറ്റ് ഉള്ളത്. 30ഉം 50ഉം. ഇത് എ, ഇത് ബി. ഇനി മനസ്സിലാക്കേണ്ടത് ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ 10% എക്ക് കിട്ടും. ഇതിന്റെ 10% എക്ക് കിട്ടും. അതായത് ഇതിന്റെ 10% എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 8 ആയിരിക്കും. അതായത് 80 ടോട്ടൽ കിട്ടുക, അതിന്റെ 10% 8 അതായത് 8 എങ്ങനെയാണ് കിട്ടുന്നത്? 8 എന്റെ 10% എടുത്തു 3, ബിന്റെ 10% എടുത്തു 5, അങ്ങനെയാണ് 8 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുന്ന് 5 കുറയും, ആ 5 ഇവിടെ കിട്ടും. സോ ഇതിന് 35 ആകും, ഇത് 45 ആകും. ഇങ്ങനെയാണ് കിട്ടുക. ഇത് 35ഉം ഇത് 45 ആകും. അങ്ങനെ ടോട്ടൽ 80ന്റെ വാല്യൂ എന്ന് പറയുന്നത് 64,000 ആണ്. സോ ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്താൽ 8 കിട്ടി. 1 യൂണിറ്റ് 800 ആണ്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്റെ ഷെയർ 35 യൂണിറ്റ്. 35 × 800 എന്ത് കിട്ടും? 35 × 8 280, പിന്നെ 2 0. സോ ഓപ്ഷൻ ബി സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, ഒന്നുകൂടെ നോക്കിക്കോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിതാ ഈ റേഷ്യോയിൽ രണ്ടിൻ്റെയും പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അവരുടെ പ്രോഫിറ്റ്. എക്ക് 30ഉം ബി സാധാരണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സാധാരണ 80 ആണ് അവരുടെ പ്രോഫിറ്റ് എങ്കിൽ, 80 രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എങ്കിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എ എന്ന് പറയുന്നത് വർക്കിംഗ് പാർട്ട്ണർ ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റിന്റെ ഇപ്പൊ 80 ഉള്ള പ്രോഫിറ്റിന്റെ 8% എക്ക് കൊടുക്കണം. 8% എക്ക് കൊടുക്കണം. അപ്പോൾ ആ 8 എങ്ങനെയാണ് കിട്ടുന്നത്? 8 ടോട്ടൽ ഇതിന്റെ 3 കുറയ്ക്കും, ഇതിന്റെ 5 കുറയ്ക്കും. ഓക്കെ, മൈനസ് ചെയ്യും. ഇതിൽ നിന്ന് 3 എടുക്കും, ഇതിൽ നിന്ന് 5 എടുക്കും, എന്നിട്ട് എക്ക് കൊടുക്കും. അപ്പൊ ഇതിൽ നിന്ന് 3 എടുത്തിട്ട് എക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? ഇതിന് 30 തന്നെ ഉണ്ട്. ആ 3 കുറയ്ക്കേണ്ട ആവശ്യമില്ല, അവിടെ 30 തന്നെ ഉണ്ട്. ഇവിടുന്ന് ഒരു 5 ഇങ്ങോട്ട് കൂട്ടിയാൽ മതി, അത്രയായിരിക്കും കിട്ടുക. സോ ഇത് 35 കിട്ടും, ഇത് 45 കിട്ടും. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തില്ലേ, സോ 45. ഇതാണ് പുതിയ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നോക്കിയാൽ ഇൻ എ ടീം 75 എംപ്ലോയീസ് ദ ആവറേജ് മന്ത്ലി സെയിൽസ് എന്ന് പറയുന്നത് ഇത്രയും ലാക്സ് ആണ്. 30 ജൂനിയർ എംപ്ലോയീസ് 1.2 ലാക്സ് ആണ്. വാട്ട് ഈസ് ആവറേജ് മന്ത്ലി സാലറി ഓഫ് ദ സീനിയർ എംപ്ലോയീസ്? ഒരു ടീമിൽ സീനിയറും ജൂനിയർ എംപ്ലോയീസ് ഉണ്ട്. സോ നമുക്ക് ടോട്ടലിന്റെ ഇത് തന്നു. അതായത് ടോട്ടൽ എത്രയാണ്? 75 എംപ്ലോയീസ് ആണ്. 1.8 ലാക്സ് ആണ് അവരുടെ മന്ത്ലി സെയിൽസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താ ആദ്യത്തെ 30 ജൂനിയർ എംപ്ലോയീസ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള 45 സീനിയർ എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് 75 കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോഴാണ് നമുക്ക് 75 കിട്ടുക. അപ്പോൾ ഇവിടുന്ന് 30 എംപ്ലോയീസ് ജൂനിയർ എംപ്ലോയീസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.2 ആണ്. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. 45 എംപ്ലോയീസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എങ്ങനെ കിട്ടും? അതായത് ടോട്ടൽ നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ടോട്ടൽ നമുക്ക് സം എടുക്കാൻ വേണമെങ്കിൽ, അതായത് 75 എംപ്ലോയീസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1.8 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സമ്മ് 75 into 1.8 lakh. അപ്പോൾ അതിന് പകരം നിങ്ങൾ പഠിച്ചായിരിക്കും, നമ്മളിപ്പോൾ 70, 30, 45 എന്നെടുക്കുന്നതിന് പകരം നമുക്കിതിൻ്റെ റേഷ്യോ വേണമെങ്കിൽ എടുക്കാം. 15 കൊണ്ട് കട്ട് ചെയ്താൽ 2 കിട്ടും, 3 കിട്ടും, ഇവിടെ 5 കിട്ടും. ഓക്കെ, ഇപ്പോഴും കറക്റ്റ് അല്ലേ? 5, 2, 3, 5. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടുക? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 90 ആണെന്ന് കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 2.4 ആണെന്ന് കിട്ടും. പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 3x ആണെന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. ഇതാണ് ടോട്ടൽ എന്താണ് ആവറേജ് കണ്ടു, സമ്മ് കണ്ടു. സോ സെയിൽ എന്ന് പറയുന്നത്, ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയാണ് ഉള്ളതെന്ന് കിട്ടും. ആവറേജ് മന്ത്ലി സെയിൽ ഓഫ് സീനിയർ എംപ്ലോയീസ്, അതാണ് എക്സ്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ്? 6.6 ഈക്വൽ ടു 3x. എക്സ് എന്ന് പറയുന്നത് 2.2, അതായത് 22 lakhs. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, 22 lakhs. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാം, കാരണം ഇത് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും. കാരണം ലെങ്തി ആയതുകൊണ്ട് വേണമെങ്കിൽ ലാസ്റ്റത്തേക്ക് വെക്കാം. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ദ പ്രൈസ് ഓഫ് പെട്രോൾ ഷൂട്ട് അപ്പ് 5%. പെട്രോളിൻ്റെ 5% കൂടി. ബിഫോർ ദ ഹൈക്ക് ദ പ്രൈസ് വാസ് 82 per ലിറ്റർ ആണ്. സോ എ മാൻ ട്രാവൽസ്, ഇത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എവരി മന്ത് ഹിസ് കാർ മൈലേജ് എന്ന് പറയുന്നത് ഇത്രയാണ്. മൈലേജ് എന്ന് പറയുന്നത് 15 km/h ആണ്. വാട്ട് ഈസ് ദ ഇൻക്രീസിങ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ദ മാൻസ് ട്രാവൽ? ഓക്കെ, അപ്പോൾ മന്ത്ലി എക്സ്പെൻഡിച്ചർ എത്ര ഇൻക്രീസ് ആയി എന്നാണ് ചോദിക്കുന്നത്. സോ സാധാരണ 15 കിലോമീറ്റർ ആണ് ഒരു ലിറ്റർ പെട്രോളിന് ട്രാവൽ ചെയ്യുന്നത്, മൈലേജ് എന്ന് പറയുന്നത്. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യണം? 3045 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം? 3045 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ലിറ്റർ പെട്രോൾ വേണമെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണ്ടേ? ഓക്കെ, സോ ഒരു ലിറ്ററിന് 15 കിലോമീറ്റർ. സോ 3045 കിലോമീറ്ററിനോ ബൈ 15 ചെയ്താൽ 2, 3, 203 ലിറ്റർ ആണ് വേണ്ടത്. ഇനി ആ 203 ലിറ്ററിന് പ്രൈസ് എത്രയാണ്? 82 ആണ്. പക്ഷെ എന്താണ്? പ്രൈസ് ഹൈക്ക് ചെയ്തു എന്നാണ്, ഷൂട്ടായി, അതായത് പ്രൈസ് കൂടി. എത്രയാണ്? 5% കൂടി. നമ്മളോട് ചോദിച്ചു ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര കൂടി എന്നാണ്. അതായത് ഇപ്പം കണ്ടിട്ടുള്ള ഈ വാല്യൂവിൻ്റെ 5% നോക്കിയാൽ മതി. കാരണം ഇപ്പോൾ ഉള്ള ഈ വാല്യൂവിൻ്റെ 5% പ്രൈസ് കൂടിയിട്ടുണ്ട്. അതാണ് നമ്മൾ എക്സ്പെൻഡിച്ചറിലും കൂടുന്നത്. സോ ഇതിൻ്റെ 5% കണ്ടുപിടിച്ചാൽ മതി. 5% നമുക്ക് എങ്ങനെ എഴുതാം? 1/20 എന്ന് എഴുതിക്കൂടെ? 5% കിട്ടും. സോ ഇനി ഇത് കട്ട് ചെയ്താൽ ആൻസറായി. ഇതും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 41 കിട്ടും. നെക്സ്റ്റ് 203 × 41 മൾട്ടിപ്ലൈ ചെയ്യാം. 302 പിന്നെ എന്താ കിട്ടുക? 38. ഇങ്ങനെയാണ് വില കിട്ടുക. ഡിവൈഡ് ബൈ 10 ഉണ്ട്, 0.83. 832 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ? ഓപ്ഷൻ ബി അല്ലേ വരിക, 832. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൈസിൽ ഹൈക്ക് ആവുന്നത്. അതായത് ഇതാണ് നമ്മളെ ആക്ച്വൽ പ്രൈസ്, പക്ഷെ അതിൻ്റെ 5% ഹൈക്ക് വന്നു. സോ 5% കൂട്ടി. 5% ചോദിച്ചിട്ടുള്ളത്, ഇതാണ് 5%. ഓക്കെ, അപ്പോൾ അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷേ ക്വസ്റ്റിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തേക്ക് വെക്കാം, റിവ്യൂവിന് കൊടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വേണമെങ്കിൽ ഒറ്റ ലൈനിൽ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റത്തേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് വായിച്ച് ചിലപ്പോൾ മനസ്സിലാക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് 2 ലൈനിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരുപാട് നീളമുണ്ട്, അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ സമയമെടുക്കും. സോ ലാസ്റ്റിലേക്ക് വെക്കാം. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് വെക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, ഇവിടെ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ. സോ ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ എത്ര 3 വർഷത്തെ കൂടുതലാണ്. സോ നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാം. കാരണം 2 വർഷമാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. പക്ഷെ ഇത് 3 വർഷം 4 മന്ത് ഉണ്ട്. സോ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലാസ്റ്റത്തേക്ക് വെക്കാം. അടുത്ത് നോക്കിയാൽ ഇതും കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് വെക്കാം. ഇവിടെ നോക്കിയാൽ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ സ്കൂൾ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. റേഷ്യോ ഓഫ് ബോയ്സ് ടു
ഗേൾ ഇൻ എ സ്കൂൾ എന്ന് പറയുന്നത് 7:5 ആണ്. ഇഫ് 20 more ഗേൾസ് ജോയിൻ ദ സ്കൂൾ ദ ന്യൂ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾ എന്ന് പറയുന്നത് ഇതാണ്. സോ വാട്ട് ഈസ് ഇനിഷ്യലി സ്റ്റുഡൻസ് റേഷ്യോ? സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെന്ന് പോലും എടുക്കാണ്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 ആണ്. സോ നമുക്ക് 12 യൂണിറ്റിൻ്റെ വാല്യൂ 240 ആണ്. അപ്പം തന്നെ കിട്ടി. പെന്ന് പോലും എടുക്കണ്ട. കാരണം ഓക്കെ, ഇനിഷ്യലി ഉണ്ടായത് 7:5 എന്ന് പറയുന്ന റേഷ്യോ. ആരൊക്കെയാണ്? റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ്. പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 7:6. 20 more ഗേൾസ് ജോയിൻഡ്. അപ്പം ഇതിലേക്ക് 20 ഗേൾസ് ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായി? ഒരു യൂണിറ്റ് കൂടി. അതായത് ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 യൂണിറ്റ് എന്ന് പറയുന്നത്, ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ പെന്ന് പോലും എടുക്കേണ്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. 20 ഗേൾസ് ആണ്. 1 യൂണിറ്റ് 20 ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചു ഇനിഷ്യലി എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ഇനിഷ്യലി എത്രയാണ്? 15. 12 യൂണിറ്റ്. 7ഉം 5ഉം 12 യൂണിറ്റ്. 12 യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 ആണ്. സോ 240 ആണ്. പെന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? മൈൻഡിൽ ചെയ്തുകൂടെ? കാരണം ഇത് രണ്ടും സെയിം ആണ്. ഇതും 7 ആയി. പിന്നെ ആകെ നമുക്ക് കൂടുന്ന എന്താണ്? ഗേൾസ് മാത്രമാണ്. 5 നിന്ന് 6ലേക്ക് പോയി, ഒരു യൂണിറ്റ് കൂടി. അപ്പോൾ എത്രയാണ്? 20 ആണ്. 1 യൂണിറ്റ് ഈക്വൽ ടു 20%. സോ നമ്മൾ 12 യൂണിറ്റ് എന്ന് പറയുന്നത് 240 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ അത് സെറ്റാണ്. ഫസ്റ്റ് തന്നെ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തെന്താ? എ ആൻഡ് ബി ക്യാൻ കപ്പിൾ. ഓക്കെ, ഇത് നമ്മൾ ടൈം ആൻഡ് വർക്കാണ്. ടൈം ആൻഡ് വർക്ക് നമുക്ക് സിമ്പിളായി ചെയ്തൂടെ? എന്താണ്? ഓക്കെ, എ ആൻഡ് ബി സി. എ എന്ന് പറയുന്നത് 30 days, ബി എന്ന് പറയുന്നത് 45 days, സി എന്ന് പറയുന്നത് 90 days. സോ LCM പെട്ടെന്ന് കാണാം, 90 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്. ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്? എ വർക്ക്സ് എവറി ഡേ. എ എല്ലാ ദിവസവും വർക്ക് ചെയ്യും. വൈൽ ബി ആൻഡ് സി ജോയിൻഡ് എവറി 5th day. സോ 4 ദിവസം എ വർക്ക് ചെയ്യും. സോ ഒരു ദിവസം എന്റെ വർക്ക് 3 ആണ്. സോ 4 × 3 ചെയ്താൽ നമുക്ക് എത്രയാണ്? 12 വർക്ക് എ ചെയ്യും. ഇത് എ ആണ്. എ 12 വർക്ക് ചെയ്യും 4 ദിവസം കൊണ്ട്, 4 days കൊണ്ട്. പക്ഷെ 5ാമത്തെ ദിവസം എല്ലാവരും ഉണ്ട്, 3 പേരുണ്ട്. അപ്പം എത്രയാണ്? 3 പേരും കൂടിയാൽ 3, 6. എഫിഷ്യൻസി 6 ആണ്. ഇത് 5ാമത്തെ ദിവസം. സോ ടോട്ടൽ 5 ദിവസം കൊണ്ട് 18 യൂണിറ്റ്. എത്ര ഡേയ്സ് ആണ്? 5 days കൊണ്ട് 18 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 90 യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 90 യൂണിറ്റ് ആണ്. സോ ഇൻറ്റു 5 ചെയ്താൽ 90 യൂണിറ്റ്, ഇൻറ്റു 5 ചെയ്താൽ 25 days. സിമ്പിൾ അല്ലേ? 25 days. ഓപ്ഷൻ എ ആണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതായത് 4 ദിവസം എ ഒറ്റയ്ക്ക്, 5ാമത്തെ ദിവസം ആകുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കി 2 പേരും കൂടി 3 പേരും. സോ 6 ആണ് എഫിഷ്യൻസി. അങ്ങനെ 5 ദിവസം കൊണ്ട് 18 യൂണിറ്റ് വർക്ക് ഫിനിഷ് ചെയ്യും. 5 ദിവസം കൊണ്ട് 18 യൂണിറ്റ് വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 18 × 5 90 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഡേയ്സ് എടുക്കും? ആ ഡേയ്സിൻ്റെ പേർ എത്രയാണ്? 5 പേർ ഡേയ്സും വേണം. സോ 25 days. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 100 ലിറ്റർ സൊല്യൂഷനാണ് കണ്ടെയ്ൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാം. വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. സിമ്പിളാണ്. എന്താ? 100 ലിറ്റർ. അതായത് മിക്സ്ചറൊക്കെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ടൈം എടുക്കുന്നു തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തേക്ക് വെക്കുക കേട്ടോ. പക്ഷേ ലാസ്റ്റ് എന്തായാലും ചെയ്യാം. മിക്സ്ചർ കുറച്ചും കൂടി എളുപ്പമാണ്. ഇവിടെ 100 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 3:2. ബേസിക് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സം ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് റിമൂവ്ഡ്. അപ്പോൾ ഇവിടുന്ന് എത്രയോ ക്വാണ്ടിറ്റി റിമൂവ് ചെയ്തു. എന്നിട്ട് എന്തായി? അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് സെയിം റേഷ്യോ തന്നെ ആയിരിക്കില്ലേ? എത്രയോ റിമൂവ് ചെയ്താലും സെയിം റേഷ്യോ തന്നെയാണ് ബാക്കി ഉണ്ടാവുക. ക്ലാസ് പഠിച്ചല്ലേ നിങ്ങൾ? സോ എന്നിട്ട് എന്തായി? റീപ്ലേസ്ഡ് വിത്ത് പ്യുവർ ആസിഡ്. അപ്പോൾ ഇതിലേക്ക് റീപ്ലേസ് ചെയ്യുന്ന വെച്ചാൽ സെയിം എമൗണ്ട് ആസിഡാണ്. ഇത് ആസിഡ്, ഇത് വാട്ടറാണ്. ആസിഡ് ആഡ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 7:3 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആസിഡാണ് ആഡ് ചെയ്തത്, വാട്ടറിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മൾ റേഷ്യോ മിക്സ്ചറിൽ ചെയ്യുന്ന എന്താണ്? ആ ചേഞ്ച് ഇല്ലാത്ത വാല്യൂ അതുപോലെ വെക്കും, രണ്ടും സെയിം ആക്കി വെക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും? 9 × 6ഉം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് 14 × 6ഉം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ എന്താണ് കൂടിയത്? ഇവിടെ ആൽക്കഹോള്, വാട്ടർ 9 നിന്ന് 15ലേക്ക് പോയി. 5 കൂടി, 5 യൂണിറ്റ് കൂടി. 5 യൂണിറ്റ് കൂടാൻ കാരണം എന്താണ്? ഇവിടെ 5 യൂണിറ്റ് ആണ് കൂടിയത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. 5 യൂണിറ്റ് കൂടിയെന്ന് മാത്രം. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 5 യൂണിറ്റ്. എക്സ് ആണ്, ഈക്വൽ ടു എക്സ് ആണ്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇത് നമ്മൾ റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ ഇനിഷ്യലി എത്ര ലിറ്റർ ഉണ്ടായോ അത്ര തന്നെ ഫൈനൽ മിക്സ്ചറിലും ഉണ്ടാവും. കാരണം നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. എക്സ് എമൗണ്ട് റിമൂവ് ചെയ്തു, എന്നിട്ട് എക്സ് എമൗണ്ട് ആഡ് ചെയ്തു. സോ ഫൈനൽ മിക്സ്ചറിൽ സെയിം, ആദ്യം 100 ലിറ്റർ ഉണ്ടായിരുന്നു, ഫൈനലും 100 ലിറ്റർ തന്നെയായിരിക്കും. സോ ഇതും 20 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ലിറ്റർ തന്നെയാണ്. 100 ലിറ്റർ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ കിട്ടും? 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇതാണ് കിട്ടുക. നമ്മളോട് ചോദിച്ചില്ല എന്താണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ വെയർ റീപ്ലേസ്ഡ്, എത്ര സൊല്യൂഷൻ റീപ്ലേസ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എത്ര സൊല്യൂഷനാണ് റീപ്ലേസ് ചെയ്ത് നോക്കിയേ? 5 യൂണിറ്റ് ആണ്. ഇവിടെ നോക്കിയേ, 5 യൂണിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്, 1 യൂണിറ്റ് 5 ആണ്, 5 യൂണിറ്റ് 25 ആണ്. റീപ്ലേസ് ചെയ്തത് 25 ലിറ്റർ ആണ്. സോ ഇപ്പം നമ്മൾ എത്രയാ, ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. എത്രയാണ് ഇത്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. സോ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് 2 വർക്കേഴ്സ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഇഫ് ദ പി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് എന്ന് പറയുന്നത് 12 ഡേയ്സ് ആണ്. ഹൗ മെനി ഡേയ്സ് വിൽ ക്യൂ ടേക്ക് ടു കംപ്ലീറ്റ് ദ സെയിം വർക്ക്? സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? ഇതാ 5:2, ഒരാളത് 5ഉം മറ്റാളത് 2ഉം ആണ് എഫിഷ്യൻസി. ആ 5ൽ ആൾ 12 ഡേയ്സ് വർക്ക് ചെയ്യുന്നു. സോ ടോട്ടൽ എത്ര ഡേയ്സ് വർക്കും ചെയ്യും? 12 × 5 ഡേയ്സ്, 60 ഡേയ്സ് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി 5 ആണ്, 12 ഡേയ്സ് വർക്ക് ചെയ്യും. അപ്പം 5 × 12 ചെയ്താൽ നമുക്ക് എഫിഷ്യൻസി കിട്ടി, ടോട്ടൽ വർക്ക് കിട്ടിയില്ലേ? ടോട്ടൽ വർക്ക് കിട്ടി. ഡിവൈഡ് ബൈ രണ്ടാമത്തെ ക്യൂവിൻ്റെ എഫിഷ്യൻസി 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 30 ഡേയ്സ്. സോ 30 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഇത്രയും ചെയ്താൽ മതി. ആദ്യത്തെ ആള് എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ ടൈം എടുക്കുന്നത്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്താൽ ടോട്ടൽ വർക്കാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ചെയ്താൽ ടോട്ടൽ വർക്ക്. ആ ടോട്ടൽ വർക്കിനെ നമ്മൾ ക്യൂവിൻ്റെ എഫിഷ്യൻസി കൊണ്ട്, അതായത് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 ഡേയ്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, സോ ഇത് കാണുമ്പോൾ തന്നെ വലുതാണ്, അത് വിടാം, നമുക്ക് പിന്നെ ചെയ്യാം. ഇത് സർക്കുലർ പാർക്ക് ആണ്. സോ ഇതും നമുക്ക് ചിലപ്പോൾ പലരും ചെയ്യുന്ന എന്താണ്, നമ്മൾ ഈ ട്രിഗണോമെട്രി, പിന്നെന്താ ഇതുപോലത്തെ സർക്കുലർ പാർക്ക്, അപ്പോൾ ട്രിഗണോമെട്രി ആണ് അങ്ങനത്തെ, പിന്നെ ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, അതൊക്കെ ലാസ്റ്റിലേക്ക് വെക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റിലേക്ക് വെക്കാം കേട്ടോ. ട്രിഗണോമെട്രി ഒക്കെ വന്നാൽ, ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്ന വന്നാൽ നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാം. നെക്സ്റ്റ് എന്താണ് അടുത്ത? ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എന്താണ്? 5π/4 ഇതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ പൈ എന്ന് വെച്ചാൽ എന്താണ്? 180 ഡിഗ്രി ഡിവൈഡ് ബൈ 4 ആണ്. സോ ഇതും കട്ട് ചെയ്യാം, 45 കിട്ടും. സോ 225 ഡിഗ്രി. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 225 ഡിഗ്രി. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ്, ഇത് പാസ് ചെയ്യുന്ന ഏത് പോയിന്റിലേക്കാണ്? അപ്പം നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, ആകെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എക്സിനും വൈക്കും ആ വാല്യൂ ഒന്ന് പുട്ട് ചെയ്യുക. നോക്കിയേ, 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, എക്സിനും വൈക്കും അതിൽ കാണുന്ന ഒരു വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈക്ക് 2 കൊടുക്കുന്നു, എക്സിന് 2 കൊടുക്കുന്നു. എന്ത് കിട്ടും? വൈക്ക് 2 കൊടുത്തു, എക്സിന് ഈക്വൽ ടു -2 + 4. അപ്പം എന്താണ്? 2 കിട്ടുന്നുണ്ട്. ഇത് കറക്റ്റാണ്. രണ്ടാമത്തെ കൊടുത്താൽ കിട്ടുമോ? ഇല്ല. 5 കിട്ടുന്നുണ്ട്, -4 ഒരിക്കലും കിട്ടില്ല. മൂന്നാമത്തെ കൊടുത്താൽ കിട്ടുമോ? ഇല്ല. സോ ഫസ്റ്റത്തെ തന്നെയാണ് ആൻസർ. ജസ്റ്റ് ആ വാല്യൂ ഒന്ന് എക്സിൻ്റെ പ്ലേസിലും വൈൻ്റെ പ്ലേസിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസറായി. സിമ്പിൾ അല്ലേ? ഓക്കെ, ക്ലാസ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ എന്തായാലും ഈ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോവുക. കാരണം ഇങ്ങനെ ആയിരിക്കും ഇനിയും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക് ലെങ്ത് തന്നു, നമ്മൾ എന്താ സെൻട്രൽ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആർക്ക് ലെങ്ത് തന്നാൽ സെൻട്രൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? പക്ഷേ ആംഗിൾ നമുക്ക് റേഡിയനിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? r × θ. റേഡിയനിലാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ, അതായത് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് റേഡിയനിലാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർക്ക് ലെങ്ത് × r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഇൻറ്റു സെൻട്രൽ ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് വാല്യൂസ് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് എന്ത് കിട്ടി? ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. r എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ റേഡിയസ് ആണ്.
ഓക്കെ 5 മീറ്റർ റേഡിയസ് ആണ്. സോ ഇൻറ്റു തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് കിട്ടുക. 2 റേഡിയൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 2 റേഡിയൻ ആണ് ആൻസർ കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. 19 ക്വസ്റ്റ്യൻ ആയി. എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തേ? 19 ഒരു 5 ക്വസ്റ്റ്യനോ മറ്റോ നമ്മൾ വിട്ടു തോന്നുന്നു. ബാക്കിയൊക്കെ ചെയ്തില്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു 44 ഷിഫ്റ്റിലോ മറ്റോ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 2-3 കുറച്ച് ഷിഫ്റ്റ് നമ്മൾ നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു ചെയ്യാം, ഏതൊക്കെയാണ്, എന്നിട്ട് നിങ്ങൾ ആദ്യം സൊല്യൂഷൻ നോക്കാണ്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ നോക്കാം. നെക്സ്റ്റ് നോക്കിയാൽ എന്താ? സോ നോക്കിയേ, ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ tan 90 തീറ്റ 90 ഡിഗ്രി മൈനസ് എ എന്ന് പറയുന്നത് √3 ആണ്. സോ വാട്ട് ഈസ് സൈൻ എ? സൈൻ എന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ tan 90 തീറ്റ മൈനസ് എ എന്ന് പറയുന്നത് √3 വരുന്നത് ടാനിൻ്റെ ഏത് വാല്യൂവിനാണ് √3 വരുന്നത്? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. tan 60 എന്ന് പറഞ്ഞാൽ tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. അപ്പോൾ √3നെ മാറ്റി നമുക്ക് tan 60 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ tan 90 മൈനസ് എ tan 60 ഈക്വൽ ടു tan 60 എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? 90 മൈനസ് എ എന്ന് പറയുന്നത് 60 ആയിരിക്കും അല്ലേ? 90 മൈനസ് എ എന്ന് പറയുന്നത് 60 ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈൻ 30 എന്ന് പറയുന്നത് 1/2. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1/2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, 1/2 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് എന്ന് പറയുന്നത് √7 ആണ്. ഇതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? √7 പ്ലസ് 1/√7. എന്താ ഇതിൽ ബുദ്ധിമുട്ടുള്ളത്? എന്താ? ആദ്യം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ √7 ഇൻറ്റു √7 അത് 7 ആയില്ലേ? പ്ലസ് 1 8 ആയില്ലേ? ഓക്കെ, 8/√7. പക്ഷേ ഈ ആൻസർ ഇതിലില്ല. 8/√7 ഇതിലില്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ എല്ലാം നമുക്ക് എന്താണ്? ഇൻഡിജർ ആണുള്ളത്. ഇവിടെ ഒന്നും നമുക്ക് എന്ത് വാല്യൂ ഇല്ല? നമുക്ക് റൂട്ട് വാല്യൂ ഇല്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8√7 ഡിവൈഡ് ബൈ √7 ഇൻറ്റു √7 എന്താണ്? √7² 7. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അപ്പോൾ അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇപ്പോൾ നമ്മൾ 21 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 ട്രയാങ്കിൾ ആർ സിമിലർ ആണ്. 2 ട്രയാങ്കിൾ സിമിലർ ആണ്. അപ്പോൾ എന്താ? സൈഡൊക്കെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. സോ ഇൻ ദ റേഷ്യോ അതിന്റെ വിത്ത് സൈഡ്സ് ഇൻ ദ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. സൈഡ്സ് എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റൂൾ ഉണ്ട്. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് A:B തന്നാൽ ഏരിയന്റെ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് A² B² ആണ്. ഇനി വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് A³ ആണ്. A³ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നോക്കിയാൽ എന്താണ്? നമുക്ക് സൈഡിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ആണ്. 9:25. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം അതായത് നമ്മൾ 2 സൈഡിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ബേസ് എന്താ ആവുന്ന വെച്ചാൽ ബേസും ഹൈറ്റും ആണുള്ളത്. ഓക്കെ, ബേസും ഹൈറ്റും ആണുള്ളത്. ഇത് നമുക്ക് ഒന്നിൻ്റെ 3x മറ്റേതിൻ്റെ 5x എന്ന് വിചാരിക്കാം. സോ എന്താണ്? 3y 5y ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടും വാല്യൂസ് ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഇതാണ് വരിക. അപ്പോൾ എന്ത് കിട്ടും? 9xy ഡിവൈഡ് ബൈ 2. രണ്ടാമത്തെ ഇതുപോലെ ചെയ്താൽ നമുക്ക് എന്താ? ഹാഫ് ഇൻറ്റു 5 25x/2 ഇതാണ് കിട്ടുക. ഇനി ഇത് നമ്മളെന്താ? ഇതിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ എടുത്താൽ 9/25 എന്ന് കിട്ടും. അതായത് ഇനിഷ്യലി ഉണ്ടായ 3×5 സ്ക്വയർ എടുത്താൽ മതി. നിങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞതൊന്നും ആലോചിക്കണമെന്നില്ല. നിങ്ങൾ ഒരു സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ സൈഡ്
റേഷ്യോ തന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ വോളിയം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതും ക്ലിയർ അല്ലേ? 22 ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത് നമ്മൾ റിവ്യൂവിന് കൊടുത്തത്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? x² + x - 9 വന്നു. ഇത് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ തന്നു. പക്ഷെ ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് x² വാല്യൂ കിട്ടണം. അപ്പോൾ ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? x² എന്നെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 + √3 / ഇതിൻ്റെ സ്ക്വയർ നമ്മൾ പെട്ടെന്ന് ചെയ്യണമല്ലോ. എന്ത് കിട്ടും? 2 + 2 + 2 - √3. ഇനി ആ ഡിനോമിനേറ്റർ നമുക്കൊന്ന് മാറ്റിക്കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺജുഗേറ്റ് 2 + √3 ഡിനോമിനേറ്ററുള്ള വാല്യൂവിൻ്റെ കോൺജുഗേറ്റ് 2 + √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ സെയിം ആണ്. a² 4 - b² √3² 3 1 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അതുപോലെ a + b × a + b എന്താണ്? a + b ഹോൾ സ്ക്വയർ. a² 4 + b + 2 × 2ab 2 × 2ab ab. സോ ഇങ്ങനെ കിട്ടി. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 കിട്ടും, ന്യൂമറേറ്ററിൽ 7 + 4 √3 എന്ന് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്. ഇത്രയും കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി x² വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ ആണെങ്കിലോ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ വാല്യൂവിന് നോക്കിയേ, √2 + √3 √2 + √3 ആണ് / √2 + √3 ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ടിനകത്ത് തന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് 2 - √3 നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. 2 + √3 ഇങ്ങനെ ചെയ്യും. സോ കംപ്ലീറ്റ് റൂട്ടാണുള്ളത്. ഇങ്ങനെയാണുള്ളത്. കംപ്ലീറ്റ് റൂട്ടായിട്ടാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ കംപ്ലീറ്റ് റൂട്ടാണുള്ളത്. താഴെ മേലെ റൂട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റൂട്ടാക്കിയിട്ട് എടുക്കാം. സോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടും? ഇത് നോക്കിയാൽ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? a + b × a - b സ്ക്വയർ ചെയ്യുമ്പോൾ അത് ക്യാൻസലായി 1 ആയി. മേലത്തെ ന്യൂമറേറ്റർ നോക്കിയാൽ രണ്ടും പ്ലസ് ആണ്. സോ 2 + √3 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ? 2 + √3 ആണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 2 + √3. ഇനി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരും. കാരണം ചെയ്യാൻ നമുക്ക് സിമ്പിളാണ്. പക്ഷേ ഇത്രയും ചെറിയ കാൽക്കുലേഷൻ കുറച്ച് ഉണ്ടെന്നേ ഉള്ളൂ. x² വാല്യൂ നോക്കിയേ, 7 + 4 √3 പ്ലസ് ഇത് നോക്കിയേ 2 + √3 -9 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതും കൂട്ടിയാൽ 9 മൈനസ് ചെയ്തു. 4 √3 √3 മൈനസ് ചെയ്താൽ നമുക്കറിയാം എന്താണ്? 4 √3 √3 ആഡ് ചെയ്താൽ 5 √3. ഓപ്ഷൻ ബി. ഇത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് സമയം കൊടുത്താൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തത് പെട്ടെന്ന് ചെയ്തു. പക്ഷെ ഇതിൽ കുറച്ച് സമയം പോയി. കാരണം ഇത്രയും കാൽക്കുലേഷൻ വന്നു. പക്ഷെ കാര്യങ്ങൾ എളുപ്പമാണ്, കാൽക്കുലേഷൻ കുറച്ച് വന്നു. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ക്വാഡ് 4 സൈഡിലുള്ള ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ അതിൻ്റെ ആംഗിളിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ? ആംഗിളിൻ്റെ റേഷ്യോ എന്താണ്? 1:2:3:4 എന്താണ്? ഇതൊക്കെയാണ് ഓരോ ആംഗിൾ ഉള്ളത്. ടോട്ടൽ നോക്കിയാൽ എത്രയാണ്? 10 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 360. സ്മോളസ്റ്റ് ആംഗിൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്താണ്? 36 അല്ലേ? ഓപ്ഷൻ എ. ഇതിന് എത്ര സെക്കൻഡ് വേണം? നമുക്ക് എത്ര സെക്കൻഡ് വേണം? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിനാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, അതിനാണ് നിങ്ങൾ മോക്ക് ചെയ്യുന്നത്. കാരണം ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ആയിരിക്കണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു, ഇനി ഈ ടൈപ്പ് വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പെണ്ണ് പോലും എടുക്കാണ്ട് ആൻസർ പറയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ചെയ്യുന്നത്. ഒരുപാട് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത്. ഇങ്ങനത്തെ സെഷൻസ് നിങ്ങൾ നോക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് ഒക്കെ നോക്കിയാൽ അറിയാം, പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നോക്കാം. 24 ക്വസ്റ്റ്യൻ ആയി. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? ഇഫ് സീക്ക് എ എന്ന് പറയുന്നത്, ഓക്കെ, ട്രിഗണോമെട്രി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് തന്നെ ചെയ്തോ. കാരണം സിമ്പിളാണ്. കാരണം ഇപ്പോൾ ഒരു വാല്യൂ തന്നിട്ടുണ്ട് 13/5 എന്ന്. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? കോസ് 1/cos ആണ്. അപ്പോൾ കോസിൻ്റെ വാല്യൂ എന്താണ്? കോസ് എന്ന് പറയുന്നത് 5/13 ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും.
തീറ്റ എവിടെയാണെങ്കിൽ കോസിൻ്റെ വാല്യൂ എന്താണ്? ഇത് 5, ഇത് 13. അപ്പോൾ മറ്റേ വാല്യൂ ട്രിപ്ലറ്റ് ഇതെന്തായിരിക്കും? 12 ആയിരിക്കില്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള സൈൻ എ ആണ്. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് 12 ബൈ ഹൈപ്പോട്ടനസ് 13. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു പെണ്ണ് പോലും എടുക്കാണ്ട് നിങ്ങൾക്ക് മൈൻഡിൽ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടിട്ടുണ്ട്. നോക്കാം. 25 ക്വസ്റ്റ്യൻ ആയി. പക്ഷേ എത്ര ക്വസ്റ്റ്യനാണ്? നമ്മൾ 4-5 ക്വസ്റ്റ്യനാണ് വിട്ടത്. നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ്റെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ തന്നെ 20 ക്വസ്റ്റ്യൻ്റെ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ അത് ലാസ്റ്റ് റൗണ്ടിലേക്ക് വെക്കാം. സോ നോക്കിയേ, ഫസ്റ്റ് തന്നെ ആദ്യം നമ്മൾ വിട്ടത് ഇതാണ്, രണ്ടാമത്തെ. ഇവിടെ പറയുന്നത് എന്താ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് വെക്കാം കേട്ടോ. കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. ദ റേഷ്യോ ഓഫ് ദ ബ്ലൂ എന്തൊക്കെയാണുള്ളത്? ബ്ലൂ, റെഡ്, ബ്ലൂ, ഗ്രീൻ. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4:6 ആണ്. ഇഫ് 20 റെഡ് മാർബിൾ ആൻഡ് 15 ബ്ലൂ മാർബിൾ ആർ ടു. സോ അപ്പോൾ ഇതിൻ്റെ കൂടിയാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്താ കൊടുക്കുന്നത്? ആദ്യത്തെ നമുക്ക് 3x ആണുള്ളത്. അതിലേക്ക് നമ്മൾ 20 റെഡ് മാർബിൾ ആഡ് ചെയ്തു. റെഡ് മാർബിൾ ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ഇതിൻ്റെ കൂടെ നമ്മൾ 20 റെഡ് മാർബിൾ ആഡ് ചെയ്യുന്നു. പിന്നെ 15 ബ്ലൂ മാർബിൾ ആഡ് ചെയ്യുന്നു. സോ നമുക്ക് അതിൻ്റെ റേഷ്യോ നോക്കാം. ബ്ലൂ എന്ന് പറയുന്നത് 4x ആണ്. അതിൻ്റെ കൂടെ എത്രയാണ്? 15 ബ്ലൂ മാർബിൾ ആഡ് ചെയ്യുന്നു. സോ ദ റേഷ്യോ ഓഫ് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറയുന്നത് പുതിയ റേഷ്യോ ഇതായി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ റെഡും ബ്ലൂ മാത്രം നോക്കിയാൽ 4/5 ആണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 15x പ്ലസ് എത്രയാണ്? 100 ഈക്വൽ ടു 16 × 40 20 60. സോ നമുക്ക് എന്ത് കിട്ടും? 15. സോ ഇപ്പുറം വന്നു എക്സ് എന്ന് പറയുന്നത് 100 ന്ന് 60 മൈനസ് ചെയ്താൽ 40 ആണെന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് 100 ന്ന് 60 മൈനസ് ചെയ്തു 40 ആണെന്ന് കിട്ടി. സോ ഇതാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുക. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ ബാക്കി നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷേ ഡിറ്റർമൈൻ ദ ഗ്രീൻ മാർബിൾ ആഡഡ്. ഗ്രീൻ മാർബിൾ എത്ര ആഡ് ചെയ്തു എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രീൻ മാർബിൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ അടുത്ത 2 വാല്യൂവിൻ്റെ റേഷ്യോ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെയും റേഷ്യോ എടുക്കാം. അതായത് 3x 3 ഇൻറ്റു അല്ലെങ്കിൽ 6x എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതാണ് നമുക്ക് വേണ്ടെങ്കിൽ 6x 6 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 40. അതിൻ്റെ കൂടെ എത്രയോ മാർബിൾ നമ്മൾ ആഡ് ചെയ്തു. ഡിവൈഡ് ബൈ അടുത്ത് നോക്കിയേ. ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. റെഡിൻ്റെ 3 ഇൻറ്റു 40. അതിൻ്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്തത്? 20. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ എന്താണ്? y എന്ന് പറയുന്നത് 7/4 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടി. 7/4 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടി. ഇവിടുന്ന് നമ്മൾ y-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, y-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസറായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചെല്ലാം കട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് ഇതും കട്ട് ചെയ്യാം. എന്ത് കിട്ടും? ഇവിടെ 5 കിട്ടും, ഇവിടെ 10 കിട്ടും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ എന്താ? 30 35 7 × 35. സോ y-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കിയേ, 7 × 35. 7 × 35 എത്രയായിട്ടോ? 7 × 30. 7 × 30 എന്ന് വെച്ചാൽ നമുക്കറിയാം 210. 7 × 5 35. സോ 245. 245 ഇത് മൈനസ് ചെയ്തു. 240 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, 240. സോ ആൻസർ എന്ന് പറയുന്നത് y എന്ന് പറയുന്ന 5 ആണ്. 5 ബ്ലൂ, 5 എന്താണ് ആഡ് ചെയ്ത്? 5 ഗ്രീൻ, 5 ഗ്രീൻ ബാഗാണ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ വരുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഇത്. ഇവിടെ നോക്കിയാൽ എന്താ പറയുന്നത്? ഇവിടെ നോക്കിയാൽ, അപ്പോൾ ഇതൊക്കെ ലാസ്റ്റത്തേക്ക് വെക്കുക കേട്ടോ. നമുക്ക് സമയം കളയാനല്ല, ഇതൊക്കെ ലാസ്റ്റത്തേക്ക് വെക്കുക. ഇവിടെ നോക്കിയാൽ എന്താ? എ കമ്പനി പ്ലേസ്ഡ് ആൻ ഓർഡർ 20 ഹൈ എൻഡ് ലാപ്ടോപ്സ്. 20 ഹൈ എൻഡ് ലാപ്ടോപ്സ് ആൻഡ് സം ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് ലാപ്ടോപ്സ്. ഹൈ എൻഡും സ്റ്റാൻഡേർഡും ഉണ്ട്. സോ നമുക്ക് മനസ്സിലാക്കണം, ഹൈ എൻഡ് സ്റ്റാൻഡേർഡ് 20 ആണ്. എത്രയോ? സം സ്റ്റാൻഡേർഡ് എക്സ് ആണെന്ന് കൊടുക്കാം. പിന്നെന്താ? പ്രൈസ് ഓഫ് ഹൈ എൻഡ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന 5 times ദാറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ലാപ്ടോപ്സ്. സോ റേഷ്യോ എന്ന് പറയുന്ന പ്രൈസ് ആണ് 5:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് പ്രൈസ് ഉള്ളത്. ഇങ്ങനെയാണുള്ളത്. സോ ഇന്റർചേഞ്ച് ഡ്യൂ ടു ദ മിസ്റ്റേക്ക് ദ നമ്പർ ഓഫ് ലാപ്ടോപ്സ് ആൻഡ് ഡെസ്ക്ടോപ്പ് ആർ ഇന്റർചേഞ്ച് ഇൻ ദ ഡെലിവറി. സോ ഇത് നമ്മൾ ഇവിടെ ഇന്റർചേഞ്ച് ആയിപ്പോയി. അതായത് ലാപ്ടോപ്പും
ഇത് ലാപ്പും ഡെസ്ക്ടോപ്പാണ്. സോ ലാപ്പും ഡെസ്ക്ടോപ്പും ഇന്റർചേഞ്ച് ആയിപ്പോയി. ഇത് എക്സും ഇത് 20 ആയിപ്പോയി. അപ്പോൾ പ്രൈസ് ഇത്ര തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഇന്റർചേഞ്ച് ആയിപ്പോയി. ദിസ് കോസ് ദ ടോട്ടൽ ബില്ലിൻ ദ ഇൻക്രീസ് 80% ഇൻക്രീസ് ആയിട്ടുണ്ട് ടോട്ടൽ ബില്ലിൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹൈ എൻഡ് ലാപ്ടോപ്പ് ടു ദ സ്റ്റാൻഡേർഡ് ഡെസ്ക്ടോപ്പ്. അപ്പോൾ അത് നമ്മളുടെ ആക്ച്വൽ റേഷ്യോ എക്സിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് കിട്ടും. രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ വാല്യൂ ആയി. അതുപോലെ ഇപ്പറാണെങ്കിൽ എന്താ 5x പ്ലസ് 20 ഇങ്ങനെയും കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഈ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് മറ്റേനേക്കാൾ എത്ര കൂടുതലാണ്? മറ്റേനേക്കാളും 80% കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ 180% ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. 180% ആണ് ഈ വാല്യൂ. സോ ഇനി നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ഇതും കട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഇത് 5 ഇത് 9 കിട്ടി. സോ 900 പ്ലസ് 9x ഈക്വൽ ടു 5 അപ്പുറം പോയി 25x പ്ലസ് 100. സോ മൈനസ് എന്ത് കിട്ടി? 10x. സോറി, എത്രയാണ്? 16x ഈക്വൽ ടു 80. എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 50 ആണെന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 50 ആണെന്ന് കിട്ടി. സോ എക്സിൻ്റെ വാല്യൂ 50 ആണെന്ന് കിട്ടി. സോ നമ്മളോട് ചോദിച്ചില്ല എന്താണ് വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഹൈ എൻഡ് ലാപ്ടോപ്സ്. ഹൈ എൻഡ് ലാപ്ടോപ്സ് 20 അല്ലുള്ളത്, 20 ടു ഡെസ്ക്ടോപ്പ് 50. സോ 2:5 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. 2:5 എന്ന് പറയുന്ന റേഷ്യോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്ന പോലെ തന്നെ ലെങ്തി ആയിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റത്തേക്ക് വിടുക. അത് വായിച്ച് സമയം കളയരുത്, ലാസ്റ്റത്തേക്ക് വിടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത നോക്കിയാൽ എന്താണ്? യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റത്തേക്ക് വെക്കുക കേട്ടോ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കുക. അത് കാരണം ഞാനിപ്പോൾ ചെയ്യാം. കാരണം ഇവിടെ എന്താണ്, നമുക്ക് സാധാരണ 2 വർഷത്തേക്ക് ചോദിച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 4 വർഷത്തേക്കൊക്കെ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 12% വീതമാണ് വരുന്നത്. അങ്ങനെ 2 ഇയേഴ്സിന് നോക്കിയാൽ 12% വീതം 2 ഇയേഴ്സിന് നോക്കിയാൽ നമുക്കറിയാം എന്താണ് 12 പ്ലസ് 12 24 ഇൻറ്റു പ്ലസ് നമുക്ക് സക്സസീവിൻ്റെ 12 12 24 പ്ലസ് 12 ഇൻറ്റു 12 144/100. സോ 24ൻ്റെ കൂടെ 1.44 കൂട്ടിയാൽ 25.44% ആണ് 2 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഓക്കെ, മൂന്നാമത്തെ വർഷം ആകുമ്പോൾ എന്തായി? ഇത് വെച്ചിട്ട് നമ്മൾ കോമ്പൗണ്ട് ചെയ്യാം. അതായത് 25.44 അതിൻ്റെ കൂടെ 12 കൂട്ടണം പ്ലസ് 25.44 ഇൻറ്റു 12/100. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ, അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ എടുക്കുക. കാരണം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റത്തേക്ക് വെക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം. ഇത് 37.4 കിട്ടി. 44 പ്ലസ് ഇതും കട്ട് ചെയ്താൽ 4 ആയി. സോ ഇവിടെ 3.05 അങ്ങനെ എന്തെങ്കിലും കിട്ടും. സോ നമുക്ക് ടോട്ടലായിട്ട് 40.4ൻ്റെ അടുത്ത് 40.4 അല്ലെങ്കിൽ 40.5ൻ്റെ അടുത്ത് നമുക്ക് വാല്യൂസ് വരും. സോ 3 വർഷത്തെ കാര്യം ഇതാണ്. അങ്ങനെ 3 വർഷം കൊണ്ട് ടോട്ടൽ നമുക്കറിയാം 3 വർഷത്തേക്കാണ് നമ്മൾ കോമ്പൗണ്ടഡ് ആനുവലി ആണ്. സോ 3 വർഷത്തേക്ക് അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ടോട്ടൽ 141% അല്ലെങ്കിൽ 140% വാല്യൂസ് 140.5% നമ്മുടെ എമൗണ്ടും എല്ലാം കൂടിയിട്ട് ഫൈനൽ ഇപ്പോൾ താഴെ 140.5 ഉണ്ട്. ഇനി ഇതിൻ്റെ എത്ര ശതമാനം? ആനുവലി നമുക്ക് 12 ആണ്. അപ്പോൾ നമുക്ക് 4 മാസത്തേക്ക് എത്രയാണ്? 4 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ ബൈ 3 ഇട്ടാൽ മതി, 4%. സോ ഇതിൻ്റെ 4% കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഇതിൻ്റെ 4% കൂടി നമ്മൾ കൂട്ടണം. അതായത് ഇതിൻ്റെ 4% കൂടെ കൂട്ടി എത്ര കിട്ടും നമുക്ക്? ഇതിൻ്റെ കൂടെ 4% കൂട്ടുന്നു. സോ ഇപ്പം നമുക്ക് എത്രയാണ്? 140 ആണുള്ളത്. ഇനി 40.5 ഉണ്ട്. അതിൻ്റെ 4% പ്ലസ് 4% പ്ലസ് 40.5 ഇൻറ്റു 4/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 44 എന്തായാലും ഉണ്ട്. 44.5 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ 40 4 ഇൻറ്റു 4 16. സോ ബൈ 100 ഉണ്ട്. സോ 1.6 അതിൻ്റെ അടുത്ത് കിട്ടും. സോ 46 ആണ് ടോട്ടൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് 46 8,000ൻ്റെ 46 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് 8,000ൻ്റെ 46.5 80 ഇൻറ്റു 46 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 ഇൻറ്റു 46 ചെയ്താൽ 8 368. പിന്നെ ഒരു വാല്യൂ കൂടി ഉണ്ടാവും. സോ അങ്ങനെയുള്ള വാല്യൂ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതും കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ അത് സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ?
അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാണ്ട് വെച്ചു. ഇവിടെ നോക്കിയാൽ എന്താ പറയുന്നത്, ലോസിന്റെ കണക്കാണ്. അതായത് എ ക്യാൻഡി ഷോപ്പ് ഓണർ ബൈസ് 3 kinds ഓഫ് ക്യാൻഡീസ്, റെഡ് ബ്ലൂ ഗ്രീൻ ആണ്. റെഡ് ക്യാൻഡീസ് പർച്ചേസ് എന്ന് പറയുന്നത് 3 for 15 rupees. അപ്പോൾ ഒന്നിന് എത്രയാണ്, 15/3 ആണ് ഒന്നിന്. രണ്ടാമത്തെ ബ്ലൂ ക്യാൻഡീസ് 4 for 18 rupees. സോ ഒന്നിന് by4. പിന്നെന്താണ് 22 5 rupees. സോ ഒന്നിന് 22/5. ഇങ്ങനെയാണ് നമുക്ക് റുപ്പീസ് ഒരെണ്ണത്തിന്റെ വില കിട്ടുക. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു, ഹി മിക്സ്ഡ് ദം ഇൻ ദ റേഷ്യോ. അയാൾ പക്ഷേ ഒരെണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഈ അയാൾ മിക്സ് ചെയ്ത് എന്താ 1:2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു. അതായത് ഇവിടുന്ന് 1 എടുത്തു, ഇവിടുന്ന് 1 എടുത്തു, ഇവിടുന്ന് 2 എടുത്തു. ഒന്നിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 1:1:2 ഇങ്ങനെയാണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്, മിക്സ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത്. സോ ഹി സെൽ അറ്റ് ദ മിക്സ്ഡ് ക്യാൻഡി. ആ മിക്സ് ചെയ്ത ക്യാൻഡി ഏത് റുപ്പീസിനാണ് സെല്ല് ചെയ്യുന്നത്, 2 10 രൂപയ്ക്ക്. 2 എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് സെല്ല് ചെയ്തു. സോ ഒരെണ്ണത്തിന്റെ വില എന്തായിരിക്കും, 10/2 ആയിരിക്കും ഒരെണ്ണത്തിന്റെ വില. അങ്ങനെ എത്ര എണ്ണം സെല്ല് ചെയ്യുന്നുണ്ട്, ഇവിടെ 1 2 3 4 4 സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അത് കമ്പൈൻ ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇവിടെ നമുക്ക് ഇതും കട്ട് ചെയ്താൽ 5 കിട്ടും, ഇതും കട്ട് ചെയ്താൽ 9/2 കിട്ടും. പിന്നെന്താ ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. സോ ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും സെയിം ആക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്കത് കിട്ടണമല്ലോ. ഇതൊക്കെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമുക്ക് ഡിനോമിനേറ്റർ 10 ആക്കാം. സോ 50 + 45 + 88 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എന്ത് കിട്ടും, ഇതും കട്ടായി 2 എന്ന് പറയുന്നത് എന്താ 20 ആണെന്ന് കിട്ടും. സോ ആഡ് ചെയ്താൽ 183 എന്ന് പറയുന്നത് 200 എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് ഇനിഷ്യലിയുള്ള പ്രൈസും ഇത് ഫൈനലായിട്ട് നമ്മൾ വിറ്റ പ്രൈസും. ഇത് നമ്മുടെ എന്താ കോസ്റ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എത്രയാണ് കൂടുതൽ, ഇത് കുറവാണ്, സെല്ലിംഗ് പ്രൈസ് കുറവാണ്. എത്ര കുറവ്, സോറി എന്താ ഇവിടെ നമുക്ക് ഹി സെൽസ് ഓൾ ദ മിക്സ്ഡ് ക്യാൻഡീസ് അറ്റ് ഇത്ര റേറ്റിനാണ്. എത്രയാണ്, 2 for 10. 2 എണ്ണം 10 സെല്ല് ചെയ്തു, 2 എണ്ണം 10 സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 2 എണ്ണം 10 സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻക്രീസ് ആവുന്നത് നോക്കിയേ, 17. ഓക്കെ, 17 അവിടെ കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്താ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഇവിടെ നോക്കിയാൽ നമുക്ക് എത്രയാണ്, 17 കൂടിയാൽ പ്രോഫിറ്റ് അല്ലേ, ഇതിൻ്റെ 17 കൂടുന്നു. അപ്പോൾ എത്രയാണ്, എത്ര ശതമാനം, എന്തായാലും 10% ഇല്ല, അപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, 10% കുറച്ച് കൂടുതൽ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഗെയിൻ ഓർ ലോസ് എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ, വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് നമുക്കിവിടെ കിട്ടുന്ന നോക്കിയേ, 15 ക്യാൻഡി. സോ 1ന്റെ റേറ്റ് കിട്ടി, 1ന്റെ റേറ്റ് കിട്ടി, ഇത് 1ന്റെ റേറ്റ് കിട്ടി, ഇത് 1ന്റെ റേറ്റ് കിട്ടി. അങ്ങനെ ഇതൊക്കെ കൂട്ടിയാൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് കിട്ടും. കോസ്റ്റ് പ്രൈസ് എല്ലാം നമ്മൾ കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. ഓരോന്നിൻ്റെയും പ്രൈസ് കിട്ടിയല്ലോ, ഓരോന്നിൻ്റെയും പ്രൈസ് കിട്ടി. ഇതിപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ്, ഇത്രയും കോസ്റ്റ് പ്രൈസ്. പക്ഷെ നമ്മൾ സെല്ല് ചെയ്യുന്നതാ ഇതിനാണ് സെല്ല് ചെയ്യുന്നത്, 20 രൂപക്ക്. ഇത് ടോട്ടൽ നോക്കിയാൽ ഇത്രയും കിട്ടും. ഈ ഡിനോമിനേറ്ററിൽ 10 മാറ്റാൻ നമ്മൾ 2 സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതാണ് വാല്യൂസ് കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് കോസ്റ്റ് പ്രൈസ് 17, പക്ഷെ ഇവിടെ എത്രയാണ് 83, ഇവിടെ 17 കൂടുതലാണ്. ഓക്കെ, 17 കൂടുതലാണ്. സോ വാട്ട് ഈസ് ഹിസ് അപ്രോക്സിമേറ്റ് ഗെയിൻ ഓർ ലോസ്. ഓക്കെ, ഗെയിൻ ഓർ ലോസ് ആണ്, ഹി സെൽ ഓൾ ദ മിക്സ്. ഓക്കെ, അപ്പം എന്താണ് 17 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, 9.29% പ്രോഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞോ നമ്മൾ, ഇനിയില്ലല്ലോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്, എ കാർ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് പി ഓൺ എ സർക്കുലർ ട്രാക്കാണ്. സർക്കുലർ ട്രാക്കിലാണ്. ആൻഡ് SUV സ്റ്റാർട്ടഡ് ഫ്രം പോയിന്റ് ക്യൂ ആണ്, വെയർ വിച്ച് ഈസ് 600 മീറ്റർ എഹെഡ് ഓഫ് പി ആണ്. പിന്നെക്കാളും മുന്നിലാണ് ഇതുള്ളത്, സെയിം ഡയറക്ഷനാണ് രണ്ടും മൂവ് ചെയ്യുന്നത്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. സോ ദ കാർ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 15 ആണ്. SUVന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 ആണ്. സർക്കുലർ ട്രാക്ക് ആണ്, ഈ ലെങ്ത് ആണ്. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ദ കാർ ട്രാവൽഡ് വെൻ ദ ഫസ്റ്റ് ഓവർടേക്ക് എന്ന SUV. SUVനെ നമ്മളെന്താ ഓവർടേക്ക് ചെയ്യുന്ന മീറ്റിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ 2 എണ്ണം ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 600 ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. രണ്ടും സെയിം ഡയറക്ഷൻ. റിലേറ്റീവ് സ്പീഡ് എന്താ, മൈനസ് ചെയ്യുക. 15 10 മൈനസ് ചെയ്താൽ 5 ആണ്. സോ 120 സെക്കൻഡ് കൊണ്ട് മീറ്റ് ചെയ്യും.
സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് മാറ്റി വെച്ചാണ്, പക്ഷേ സൊല്യൂഷൻ എളുപ്പമാണ്. 120 സെക്കൻഡ് കൊണ്ട് മീറ്റ് ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാർ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ് ചോദിച്ചത്. കാർ എത്ര ദൂരം ട്രാവൽ ചെയ്തു? അപ്പോൾ കാർ ഈ 120 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ്. അത് 120 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയി എന്ന് കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ്? 12 × 15 180 0 1800 മീറ്റർ ട്രാവൽ ചെയ്യണം. ഓക്കെ, 1800 മീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ടിട്ടാണ് ഒന്ന് മാറ്റി വെച്ചത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും ലാസ്റ്റ്, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ്. അപ്പോൾ ഞാൻ ചെയ്ത ആ ഒരു 2 ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റത്തേക്ക് വെക്കുക കേട്ടോ, കാരണം അത് കുറച്ച് കാൽക്കുലേഷൻ വന്നുകൊണ്ടാണ്. ബാക്കിയൊക്കെ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. ഇത് നോക്കിയേ, ഇതെന്ന് പറയുന്നത് സർക്കുലാർ പാർക്കാണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് 14 ആണ്. ഇഫ് 1.5 മീറ്റർ വൈഡ് പാത്ത് 1.5 മീറ്റർ ബിൽഡ് ചെയ്യാൻ അപ്രോക്സിമേറ്റ് ഏരിയ പാത്തിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പാത്തിൻ്റെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പാത്തിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം ഈ ഏരിയ മാത്രമാണ്, പാത്തിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാം? വലിയ സർക്കിളിൻ്റെ ഏരിയ നിന്ന് ചെറിയ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ഇങ്ങനെ 2 പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ π × വലിയ സർക്കിളിൻ്റെ ഏരിയ 6 - πr² അല്ലേ? ഇത് ചെയ്താൽ മതി. π എന്ന് വെച്ചാൽ നമുക്കറിയാം 22/7 ഇൻറ്റു എന്താണ് ചെയ്യുക? ഇത് a² - b² എന്നല്ലേ ഉള്ളത്. നമുക്ക് a + b × a - b എന്ന് വേണമെങ്കിൽ എഴുതാം. a + b × a - b അങ്ങനെ എഴുതിയാൽ മതി. a - b 22/7. രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? രണ്ടും കൂട്ടിയാൽ എന്ന് വെച്ചാൽ 14 ഉണ്ട്. 14ൻ്റെ കൂടെ നമ്മളെന്ത് കൂട്ടണം? ഇതെന്ന് വെച്ചാൽ 1.5 14 14 മറ്റതും കൂട്ടണം. സോ 14 നമ്മളോട് പറഞ്ഞേ. ഓക്കെ, വൈഡ് പാത്ത് ബിൽഡ് എറൗണ്ട്. ഓക്കെ, ഇതിൻ്റെ എറൗണ്ട് ആണ്. സോ നമ്മൾ ഇതാ സ്മോളർ ആണ് 14 കേട്ടോ, പിന്നെ ഒരു 1.5 അങ്ങനെയാണുള്ളത്. ഓക്കെ, സ്മോളർ ആണ് 14, പിന്നെ ഒരു 1.5 കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് 15.5. ഓക്കെ, 15.5 ആണ് കിട്ടുക അല്ലേ? എ സർക്കുലർ പാത്ത് റേഡിയസ് എന്ന് പറയുന്നത് 14 മീറ്റർ ആണ്. 14 മീറ്റർ ആണുള്ളത്. സോ ഇഫ് 1.5 മീറ്റർ വൈഡ് പാത്ത് ഈസ് ബിൽഡ് അറൗണ്ട് ഇറ്റ്, 1.5 മീറ്റർ പാത്ത് ബിൽഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സോ വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഏരിയ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? 15.5 14 15.5 14 ആണ് കിട്ടുന്നത്. സോ എന്ത് കിട്ടും? ടോട്ടൽ നോക്കിയാൽ രണ്ടും ആഡ് ചെയ്താൽ 14 15.5 14 15.5 നമുക്ക് എന്താ? 29.5. പിന്നെ ഇൻറ്റു ബാക്കി എന്താണ്? 1.5. സോ ഇനി എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. 4 പ്രാവശ്യം 4.2. യെസ്. സോ സിമ്പിളാണ്. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 22. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. 33 × 4.2. സോ എന്താ? ലാസ്റ്റ് 6 വരണം. 6 8 13. സോ 138. സോ നമുക്ക് 139 ആണ് ആൻസർ വരിക. ഓക്കെ, സോ സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തില്ലേ? ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പമാണ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മളൊരു 18ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 18ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. 3 റൗണ്ടായിട്ട് ചെയ്യുക. ഈ രണ്ടാമത്തേതിൽ ചെയ്തതിൽ തന്നെ ഒരു 1-2 ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ലാസ്റ്റത്തേക്ക് വെക്കുക. ബാക്കി അങ്ങനെ 3 റൗണ്ടായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഷിഫ്റ്റ് വീണ്ടും ചെയ്യാം. എക്സാമിന് മുന്നേ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ഇതുപോലെ ഷിഫ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏത് ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യണം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഏത് ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും മോക്ക് എടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ മോക്ക് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ
ഷിഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷിഫ്റ്റ് ബേസ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്. കാരണം റിയൽ എക്സാം ആണ്, നമ്മുടെ റിയൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്വസ്റ്റ്യൻസ് ഞാൻ എലിമിനേറ്റ് സെക്കൻഡ് റൗണ്ടിലേക്ക് വെക്കണം, ഏത് തേർഡ് റൗണ്ടിലേക്ക് വെക്കണം, അങ്ങനെയൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.